किनारे सुर रही है। बस स्टॉपिल बस काത്ത് നിന്നാണല്ലോ. अच्छा उसे उठा के ला गए ये. കൂനന്തുരുത്തിൽ പാറപ്പറമ്പിൽ നാരായണൻ മകൻ സത്യനാരായണൻ. കൂനന്തുരുത്തിൽ നിന്നും മുങ്ങിയ പയ്യൻ പൊങ്ങിയത് MP മധ്യപ്രദേശിൽ, അവിടെ നിന്ന് ബീഹാറിൽ നിന്ന് കൊൽക്കത്ത. ഇതല്ല നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി. എന്റെ ഗ്രഹനിലയും കൂടി അറിയാനുള്ളൂ. സത്യത്തിൽ സാറായിരുന്നല്ലേ അത്? ഏത് പുലി? കാട്ടിലെ മഹാരാജാ, ദി കിങ് ലയൺ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ. സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്. സംഗതിയൊക്കെ സൂചിച്ചു. സാറിന് എന്നെ കൊണ്ടെന്താ ആവശ്യം? ബിസിനസ് സാമ്രാജ്യമുണ്ട്, വർമ്മ ഡിസൈൻസ്. കോടികൾ ടേൺ ഓവറുള്ള ഫാഷൻ ബിസിനസ്. കൺട്രോളില്ല. മുകേഷൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. മുകേഷ് അംബാനി. സോറി സാറേ, സോറി. ബോസിന്റെ വക്കീലാണ്. അതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ നോക്കി നടത്താനുള്ള അവകാശം ഇപ്പോ ദേവികയുടെ നിയന്ത്രണത്തിലുള്ള വർമ്മ ഡിസൈൻസിൽ എങ്ങനെയും കയറി പറ്റണം. എന്നിട്ട് തട്ടുതരികയുടെ നമ്പറൊക്കെ ഇട്ട് സാറിന്റെ വൈഫിന്റെ അല്ലേ? अप्पो तब बचाएगा ये, इसी कंपनी को वापस दिलाएगा. 24 മണിക്കൂറും വയറിളക്കമുള്ള കുരങ്ങിനോട് ആരെങ്കിലും ആയുർവേദ മരുന്നുണ്ടാക്കാനാണ് ഇത്തിരി കാത്തുതരുമെന്ന് ചോദിച്ചാൽ അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. അല്ല സാർ കഥ പറഞ്ഞു. കഥ പറഞ്ഞ് രസിപ്പിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നു. പെണ്ണിനോട് ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ ഒരു കുഴപ്പം. മിണ്ടി അപ്പ ബ്ലാക്ക് മെയിലിംഗ്, ബ്ലാക്ക് ഷർട്ട് ഇട്ട്. ഒന്നും വെറുതെ വേണ്ട സത്യ. എല്ലാരും എന്നൊരു യെസ് പറയാൻ പറ്റില്ല സാറേ. എനിക്ക് ആലോചിക്കാൻ ഒരു ദിവസം കൂടി സമയം വേണം. സമയം തരാം, പക്ഷെ മറുപടി പോസിറ്റീവ് ആയിരിക്കണം. അതെനിക്ക് തിരിച്ചിങ്ങോട്ട് പോരാ. അഞ്ജലിയെ വിട്ടു പോവാൻ മനസ്സ് വരുന്നില്ലടാ, പക്ഷെ പോവാതിരിക്കാനും പറ്റൂല. ആ പറയണം, എല്ലാം പറയണം. പക്ഷെ ഇപ്പോഴല്ല, എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ. അദ്ദേഹത്തോട് നോ പറയരുത്. അഞ്ജലി പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും. ആനന്ദ് വർമ്മയെ പോലെ ഒരാൾ ഇങ്ങോട്ട് തന്ന ഓഫറാണിത്. ഇന്ന് അത് അഞ്ജലിക്ക് വിഷമമായെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മാപ്പ് പറയാൻ പോയത് ഇപ്പൊ കുഴപ്പമായത്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? काम आ गया वो उसके. आनंद वर्मा बैंक ഡോക്യുമെന്റ്സ് കുറച്ച് പണം. ഇതൊക്കെ ഒറിജിനൽ അല്ലേ സാർ? സോറി, ആരും വിശ്വസിക്കാൻ പറ്റില്ല. അഡിയോസ് ഹസ്ത ലൈ. സ്പാനിഷ് बोला. സോറി സാർ, മറ്റേത് പറഞ്ഞ ഞാൻ പോയെന്നെ. ഓൾ ദ ബെസ്റ്റ്. सो गया. पहुंच के तो इससे कंपनी वाला दिलाएंगे. अच्छा, जब स्टार्टिंग में दिखाया था वाला सीन वही थी देविका वर्मा ना. ഇനി അതുകൂടെ നമുക്കടിച്ചു പറ്റാല്ലേ? സോറി നമ്മുടെ ഇതിൽ കള്ള നിൽക്കൂലേ? അറബി അറിയാത്ത ആൾക്കാരടുത്ത് ഞാൻ അറബിയിലെ സംസാരിക്കാം. അറിയാവുന്നടുത്ത് പറഞ്ഞ ഇയാളുടെ തലക്കെട്ടടിക്കും. അല്ല, ഓർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാ. നിങ്ങൾക്ക് അറബിയില് ഭയങ്കര ഞാനുണ്ടല്ലോ. മദ്രസയിലെ ഉസ്താദേ. എല്ലാത്തിലും ഉസ്താദാണ്. ബൈ ദ വേ, മാഡം എങ്ങനെയാണ്? കശ്മീകൃത മനസ്കൃതയാണോ? എന്ത് മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ലി ചെല്ലി. How dare you give me such lame excuses? What were you doing all this while? कितना गुस्सा आ रहा है. सेम वैसा ही बोल रही है जैसे ये नहीं बोल रहा था उस दिन, जैसे एक्टिंग कर रहा था. तो ये रियल बोल रही है. Yes. Good morning, madam. What's the matter? I'm Satyanarayan. One second. पेन तोड़ दिया. 2 രൂപയുള്ളൂ. Hey, mister. ഇപ്പഴാ സിബ് ഓപ്പൺ ആയത്. ഓ ഗോഡ്.
बैठ के चैन खोल दे। No way. You are not going to join. भाई പുറമേമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. 6 മാസത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വർമ്മ ഡിസൈൻസ് ജോബ് സർട്ടിഫിക്കറ്റുകളാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് ये तो कहीं बना देता है फेक। മിഷിഗൻ യൂണിവേഴ്സിറ്റി. Responsible for what Ananda Verma did. മാഡം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഞാൻ കേസ് ഫയൽ ചെയ്താൽ മില്യൺസ് ആൻഡ് ബില്യൺസ് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. പിടിച്ച് പുറത്താക്കണോ ഇയാളെ? ഏയ്! പേടിച്ചിട്ടൊന്നും അല്ല. 6 മാസം മുമ്പ് ഈ സ്ഥാപനത്തിലെ തലവനായ ആനന്ദ് വർമ്മ ഒപ്പം സീലും വെച്ച് ലെറ്റർ പാഡിൽ അടിച്ചു തന്ന അപ്പോയിന്റ്മെന്റ് अब सबको बता रहा कोई समझ थोड़ी पाएगा उसकी language। കുക്കിനെ തരാന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാ നാട്ടിൽ അമ്പോച്ച പണികളൊക്കെ ഞാൻ ഇങ്ങോട്ട് വിമാനം കയറിയത്. എന്നിട്ട് ഒരുമാതിരി ഉണ്ണാൻ പിടിച്ചിട്ട് തുണി വക്കി കാണിക്കുന്ന वो गोली चला दी। If I ever see a shadow in this office, I will kick the shit out of you, rascal. ബുള്ളറ്റിനാണേ. What? കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഞാൻ ബുർജ്. അയ്യോ, അയ്യോ ഇനി വെക്കണ്ട റിസ്ക. പോയി പക്ഷെ ഒന്നുമില്ലാത്തത് എന്റെ ഭാഗ്യം. बॉस में बैठा है। മൂവ് ചെയ്താൽ നമ്മൾ കുരുക്കിലാവും. എന്ത് കുരുക്കും? ഒരു കുരുക്കൂല. പോയി ചാവട്ടെ മാഡം. മാഡം, അയാളെ അപ്പോയിന്റ് ചെയ്ത് വർമ്മ സാറാണ്. ഒരിക്കലുമില്ല മാഡം. ഓഫർ ചെയ്തിട്ട് കൊടുക്കാതിരുന്നാലേ പ്രശ്നം ഉണ്ടാവും. ജോലി കൊടുത്തിട്ട് പറഞ്ഞുകൂടാൻ നമുക്ക് അവരുടെ സമ്മതം വേണ്ടല്ലോ. അത് കറക്റ്റ്. दोबारा बुलाएगी शायद। Black and white. Magic is gonna change the color of your life. Blue. Watch. ഒരു ഷഡ്ഡി പിടിച്ച പോലെ എല്ലാ ദിവസം പോലെ അവരെ കളറായിട്ട് മാറ്റി വേണ്ടിട്ടല്ല. അതിനിപ്പോ മാജിക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഷഡ്ഡി തന്നെ ഒരാ തൂങ്ങളുടെ കണ്ണാലി ജീവിച്ചു പോട്ട ചെവി. അല്ല, നിങ്ങൾ മലയാളിയാണോ? വേറെ പണിയൊന്നുമില്ല. പോക്കരേട്ടാ, സത്യനാരായണനും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. എന്തിന്? നിർത്തി വെടിവെക്കാനോ അതോ ഓടിച്ചിട്ട് വെടിവെക്കാനോ? അയ്യോ ജോയ്, ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അത് വലിയൊരു കഥയാ. ആഹാ. എന്റെ ഭാര്യ ഇവര് ഫാക്ടറിയിലെ ഈ ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിന്റെ അടക്കം റേഷൻ അടയ്ക്കാമടേ കൃഷ്ണ. അടയ്ക്കാമടേ ആരുടെ കട? എന്തടക്കണ കാര്യം? ओ कंपार्टमेंट निकल पहना നീ ജോസ് പ്രാവശ്യം കോട്ടൊക്കെ തന്നേക്കണ എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്ത്. എന്റെ അടുത്ത് കളിച്ച വിവരം അറിയുന്നവർക്ക് മനസ്സിലായി കാണും. ആ സൈസ് പെർഫോമൻസിലാണ്. എന്റെ അഞ്ജലി കുട്ടിയുമായിട്ട് കുറച്ചു നേരം എനിക്ക് സല്ലപിക്കണം. ഹലോ, ഹായ് അഞ്ജലി. ओ क्या था वहाँ पे रखा हुआ? बेहोश हो गया। and I'm also taking privilege of this occasion to entrust Mr. Satyan some crucial responsibilities of levelum. വർമ്മ ഡിസൈൻസിന്റെ മൊത്തം ടേൺ ഓവറും ഉയർത്തുക എന്നതാണ് സത്യൻ ഏറ്റെടുക്കേണ്ട ടാസ്ക്. അഡ്വർടൈസ്മെന്റിന് തിങ്കബിൾ ആണ്, ബട്ട് there should be 20% increase in our total turnover graph. टर्नओवर इनक्रीज कराएगा उनका। തിരിച്ച് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ why should I appoint somebody with a sizable salary? I take this whole responsibility with pleasure and consider it as an honor. I like your confidence. Thank ദുബായിന്ന് ഷാർജയിലേക്കുള്ള റൂട്ടാ. കഴിഞ്ഞ വർഷം വർമ്മ ഡിസൈൻസ് ഉണ്ടാക്കിയ ലാഭത്തിന്റെ ലെവലാ ആമ മലകയറുന്ന പോലെ എഴഞ്ഞഴിഞ്ഞിങ്ങനെ പോരാ. ബിസിനസിന്റെ ലാഭം ഈ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവൽ വരെ എത്തിക്കണം. ഞാൻ ഒറ്റയ്ക്ക് അതുപോലെ നടക്കണോ? അവർ ചവിട്ടി പുറത്താക്കി ശേഷം സ്ക്രീനിൽ टाइम के हिसाब से कर रहा फटाफट प्रोडक्ट। अब वो हर चीज़ पे नज़र रख रहा है ना, सही से काम करो अपने हिसाब से। प्रोडक्टिविटी बहुत बड़ा है। अब उसको कंट्रोल अपने हाथ में ले ना पूरा। अब जो से टारगेट मिला हुआ है वो सब पूरा करना पड़ेगा, तभी उस पर भरोसा करेगी। कर दिया उसने।
This feat can be only described as unbelievable. And the whole credit goes to Mr. उसके बगल में बैठ गया आज मैं बैठा हुआ കഴിഞ്ഞ 14 വർഷമായി നല്ല ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ടേൺ ഓവർ കുറഞ്ഞതിൻ്റെ കാരണം ഇവിടെ നടക്കുന്ന ബ്യൂട്ടി കോൺട്രാക്ട് നമുക്ക് എവിടെ വെച്ച് നഷ്ടമായി പോയി മാഡം. എനിവേ ലീവ് ഇറ്റ്. ഞാനിപ്പോൾ ചെയ്ത ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രം കമ്പനിക്ക് കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ യെസ് മിസ്റ്റർ സത്യൻ, മിനിറ്റുകളുടെ വ്യത്യാസം കൊണ്ട് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടായി എന്നാണോ പറയുന്നത്? വി ഗോട്ട് 4 എക്സ്ട്രാ മിനിറ്റ്സ്. 2000 വർക്കേഴ്സ് ആണ് നമുക്കുള്ളത്. 2000 into 4 minutes പെർ ഡേ 8000 മിനിറ്റ്സ്. ഒരു ദിവസത്തെ ജോലി സമയം 6 മണിക്കൂർ. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നത് 2000 വർക്കിംഗ് ഡേയ്സ്. ഓക്കെ, ഇങ്ങനെ ചെയ്തുകൊണ്ട് വൈറ്റനിങ് ക്രീമിന്റെ ലാഭം ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ക്രീമിന്റെ ട്യൂബിന്റെ ദ്വാരം 7.5 മില്ലിമീറ്റർ നിന്നും 2 ബോളിന്റെ ഡയമീറ്റർ പുതിയത് വാങ്ങാൻ തുടങ്ങി. ആവറേജ് 6 മില്യൺ ദറംസിന്റെ വിറ്റുവരെ ഉണ്ടായിരുന്ന നമ്മുടെ വരുമാനം 8.5 മില്യൺ ദറംസ് ആയിട്ട് ഉയർന്നു. പിന്നെ തൊള മാത്രം ഉണ്ടാക്കി വിറ്റാ പോരെ? ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മാഡം? മിസ്റ്റർ കുമാർ, അല്ല മാഡം, അങ്ങനെയാണ് തൊളവട ഉണ്ടാക്കി വിൽക്കുന്നവരൊക്കെ കോഴി പറയണം മിസ്റ്റർ പുഷ്പു. പിന്നെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നതാണല്ലോ കൃഷ്ണദേവ ഗുർമുഖം മാർഗേണ ബന്ധൂര ചിന്ത്യം പുഷ്പസ്യ മോന്ത മർദ്ദനം. ടുഡേ പ്രോഫിറ്റ് ഓഫ് 16 മില്യൺ ദിർഹംസ്. തലയ്ക്ക് വെളിവില്ലാന്ന് പറഞ്ഞ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടത്. കുമാർ, എഫിഷ്യൻസി. ആദ്യം ആ വാക്കിന്റെ അർത്ഥം ഒന്ന് പോയി പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ആലോചിക്കാം. വേണ്ട, 2 ദിവസം ലീവ് മണിമണി പോലെ പറഞ്ഞതുപോലെ വർമ്മ ഡിസൈൻസിന്റെ ഒരു കണ്ടസ്റ്റന്റ് കൂടി ഉണ്ടാവും. अंजलि के बारे में सोच रहा हूँ. അതെന്റെ റെസ്പോൺസിബിലിറ്റി. ഇനി ഞാൻ അതിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് ഓഫീസ് കാര്യങ്ങളിൽ സത്യന്റെ ശ്രദ്ധ കൂടുതൽ വേണം. കളക്ഷൻ തന്നെയുണ്ട്. 5th one. Thank you. ഇത്രയും നാള് വണ്ടി പോയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പോലും कभी नहीं मिली यार. कहाँ दुबई में? അതല്ല നിന്റെ ജോലി. അപ്പൊ വർമ്മ ഡിസൈൻസ് പൊളിച്ചെടുക്കാനല്ലേ എന്നെ കൊണ്ടുവന്നേ? പണിയിളകാൻ പോലും ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ല. എന്ത് വില കൊടുത്തും ദേവികയെ നീ ഡിവോഴ്സിനുള്ള തീരുമാനത്തിൽ നിന്നും പിന്തി. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനി പമ്പർനോത്തി അടിച്ചുകൊണ്ട് പോകും തോന്നുമ്പോൾ ആർക്കായാലും ദണ്ണുണ്ടാവും. എന്ന് വെച്ച് ഒഴിഞ്ഞു പോയൊരു കുരിശെടുത്ത് പിന്നെ എന്താണ് സാറേ ആ പിശാചിനെ ഇനി ഒരു അക്ഷരം ദേവിയെ പറ്റി പറഞ്ഞ സോറി. സത്യനെ കുറ്റം സ്നേഹമാണ്. ഇപ്പോ ആ മനസ്സിൽ വെറുപ്പും വൈരാഗ്യമൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. സോറി സാർ. വർമ്മ ഡിസൈൻസ് വിജയിച്ച് എന്റെ സക്സസ് പാർട്ടി ആയിരുന്നു. क्या दिखा था इसमें? वही चीज दिखानी थी ना उस दिन किसी लड़की के साथ था. उसी लड़की के साथ जीती थी कॉन्टेस्ट. भयंकर. Oh my god. थप्पड़ मार दिया उसे. തീരാവുന്ന കാര്യമില്ലുള്ളൂ. അതിന് സാറൊന്ന് ശ്രമിച്ചൂടെ? ശ്രമിച്ചു. കേൾക്കണം. പതിഞ്ഞെടുക്കുക, അത് നീ കഴുകിക്കളയണം. നേർക്ക് നേരെ കണ്ട കാര്യം മാഡത്തിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചാൻ പറ്റൊന്നുമില്ല. ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് അതിന് പ്രതിഫലമായിട്ട് നിനക്ക് എന്തും ഡിമാൻഡ് ചെയ്യാം. നീ ആവശ്യപ്പെട്ടാൽ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരും. പക്ഷേ ഇതിൽ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. മനസ്സിന് നേരെയുള്ളവരെ അങ്ങനെ അങ്ങോട്ട് പറ്റുക എന്നുള്ളൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? സാറില്ലാതെയും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാം. ഇടയ്ക്ക് നിർബന്ധമായിട്ട് മത്സരിക്കണം മാഡത്തിനെതിരായിട്ട്. നോ നെവർ. ദേവികയായിട്ടുള്ള ഒരു മത്സരത്തിന് ഞാൻ. സാറ് പറയുന്ന പോലെ സാറിന്റെ വഴിക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എനിക്ക് പറ്റൂ.
കൈവിട്ടുപോയ മാഡത്തിനെ തിരിച്ചു പിടിക്കാനുള്ള അവസാന വഴിയാണ് ഞാൻ. ഗുഡ്. എന്നാ പിന്നെ ഞാൻ എന്റെ ഡിമാൻഡ് പറയാം. സാറിന്റെ സ്വത്തോ പണമൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ എനിക്ക് अच्छा उसी को करेगा ये रिकमेंड. എനിക്ക് ഓർമ്മയുണ്ട് ഈ കുട്ടിയെ. കോൺഫിഡൻസിലായും അതാണ് ഈ കുട്ടിയുടെ ഡ്രോബാക്ക്. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളെ ഇത്രയും വലിയൊരു മത്സരത്തിൽ വിന്നണം. സാർ എനിക്ക് ഉറപ്പൊന്നും തരണ്ട. ശ്രമിക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഫൈസൽ, ഞാൻ ഓട്ടോ എടുത്ത് പോക്കോളാം. നാരായൺ വർമ്മ സാർ തന്നെ നേരിട്ട് എന്നെ വിളിക്കായിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് എത്തിച്ചിട്ടുണ്ട്. ഐ റിയലി കോൺഫിഡൻസ്. ഈവനിംഗ് ഫ്ലൈറ്റ് ആണ് 5:30ക്ക്. നാരായൺ വരില്ലേ എയർപോർട്ടിൽ എന്നെ പിക്കപ്പ് ചെയ്യാൻ? ഓക്കെ ഡാർലിംഗ്. ഓക്കെ. ഒരു 4:52 5 കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങണം. അതെന്തൊരു ടൈമാണ്? 4:52. എടാ 5:49. खाना बना रहा है उसके लिए. എന്താണ് നീ നന്നാവണേ? ആ നമ്പർ 2 അല്ല, ലക്കി നമ്പർ 2. എന്താണ്? അല്ല നീയല്ലേ പറഞ്ഞ പാവം തൂറിക്കൊണ്ടിരിക്കുമ്പേ കിഡ്നി ഫെയർ അടിച്ച് ചത്തുപോയി. തിരുവായ അല്ലണ്ണ, അഞ്ജലിയേച്ചി വന്നത് വർമ്മ സാറിന് വേണ്ടി, അണ്ണൻ വർക്കിയത് വർമ്മ സാറിന്റെ ശത്രുവിന് വേണ്ടി. ഈ രഹസ്യമൊക്കെ അഞ്ജലിയേച്ചി അറിഞ്ഞാൽ കുഴപ്പമില്ല. ആ അടിപൊളി. ഞാനല്ലെങ്കിൽ ये तो बिल्कुल पसंद नहीं करता ये उस पर जो है. കണ്ടോടാ, ലക്കി നമ്പർ 2 കറക്റ്റ് സമയത്ത് ലിഫ്റ്റ് വന്നു. അയ്യോ, ഇയാൾ വിളിക്കാനല്ലേ ഞാൻ വന്ന്. പിന്നെ അണ്ണാ ടെൻഷൻ അടിക്കണ്ട, സമയം ഉണ്ടെന്നാ എത്തുന്ന. നമ്മളായിട്ട് ലൈറ്റ് ആവാൻ പാടില്ല. അവൾക്ക് क्या बोलना चाह रहे हैं? अच्छा मैडम इंतजार करिए. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. സത്യൻ ഫ്രീ ആണെങ്കിൽ കുറച്ച് കാര്യം സംസാരിക്കേണ്ടായിരുന്നു. ക്യാൻ യു കം വിത്ത്? इसको तो वहाँ जाना था अंजलि को लेने. അഞ്ജലി മതി. പിന്നെ ചിഞ്ചലി ഒരു തന്നെ സവാളിട്ട് പോപ്പിച്ചിട്ടെ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് മാറാതെ കുറച്ച് കടുകിട്ട് പോപ്പിച്ചിട്ട് കാശിന് കടക്കണ്ട. कहाँ चलेगी? उसे तो अंजलि को लेने जानता. अच्छा यहाँ इनका घर. ഹലോ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. നീ ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ? ഓക്കെ. कुछ बोलने चाह रहा था सुना नहीं. എന്തിനാ ഇതിനകത്ത് കയറി? उसका फोन आ रहा है. മാഡം 1 സെക്കൻഡ്, ഞാനൊന്ന് സംസാരിച്ചിട്ട്. अच्छा अंजलि को उठा दिया. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? എടാ ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ. എടാ ഫാദറിന്റെ കാതന്റെ വൈഫാ. ഫാദറിന്റെ उनके घर को कुछ समझ रहा है. ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ ചിയേഴ്സ്. ഓ ഇപ്പൊ കണ്ടു എഫ് ഫാം ഹൗസ്. अब जाके समझ रहा है. നീ അവളെ ഇങ്ങോട്ട് അണ്ണാവിടെ ഭയങ്കര ചിരികളൊക്കെ സന്തോഷമുണ്ടോ? ഹലോ അണ്ണാ അല്ലേ? ആൻഡ് പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പോവല്ലേ? अरे सब गड़बड़ हो जाएगी अब तो. ഓ ആരാ? ഏതാണ് മോഡൽ? സത്യൻ എത്ര മോഡൽസിനെ അറിയാം? അതുകൊണ്ടല്ല മാഡം. इसलिए परेशानी है. നീക്കം നടത്തില്ല. इसके हस्बैंड ने ആ മോഡൽ एक मॉडल को बुला മത്സരത്തിൽ പങ്കെടുക്കരുത്. रहा. अच्छा മണി ഈസ് നോട്ട് എ പ്രോബ്ലം യു നോ. आइडिया. മാഡം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച തീരും. അപ്പൊ പിന്നെ ആനന്ദ് സാറ് ട്രെയിൻ ചെയ്യുന്ന പെൺകുട്ടിയെ അത് മാത്രം അറിഞ്ഞാ മതി. ചെയ്യാം മാഡം. ചേച്ചിനെ കൂടെ ഞാൻ തന്നെ വന്ന. वहीं लेके भयंकर की. ചേട്ടൻ മലയാളിയായിരുന്നു. സോറി ട്ടാ. മാഡം നടക്കാൻ വയ്യെങ്കിൽ ഐ എം ഫൈൻ, ഡോണ്ട് വറി അബൌട്ട്. അയ്യോ സൂക്ഷിച്ചു മാഡം. भयंकर. ओ उसके साथ देख लेगी उसे. टूटेगा.
പൊളിക്കല്ലേ അഞ്ജലി എടാ, ഒന്ന് സഹായിക്കടാ പ്ലീസ്. നിന്നോട് ആരാടാ പറഞ്ഞ അവിടെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോട്ടെ ഫാം ഹൗസിലേക്ക് ഫുള്ളിന്റെ എവിടെയാണ് ഇനി എന്റെ കൂടെ വരാൻ പ്രത്യേകം अब क्या करेंगे गाड़ी में डाल दिया उसे ദേവിക മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അഞ്ജലി പറഞ്ഞ് എങ്ങനെ മനസ്സിലായി? അത് പേടിക്കണ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു അഞ്ജലിയുടെ ആഗ്രഹം ഞാൻ എന്റെ കൈ കളയണേ. ഓ അയ്യപ്പ ഇവിടെ കിടപ്പുണ്ടല്ലോ. उसे तो वहीं छोड़ दिया अबे बैठ तो नहीं आएगा ഫ്ലാറ്റിൽ പോയിരുന്നു സാറിന്റെ. അവളെന്നെ കാണാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അഞ്ജലിയായിട്ട് സംസാരിക്കണം, നമ്പർ വേണം. അവളുടെ ഫ്ലാറ്റിൽ പോകുന്ന എന്നോട് ഓ ദേവി അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. നിന്റെ ആളാണ് അഞ്ജലി എന്ന് അറിഞ്ഞാൽ അത് മതിയല്ല അവസാനിക്കാൻ. അഞ്ജലി നിന്റെ ആരുമല്ല. സാർ ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ये उठ के ऊपर आ रहा അണ്ണാ അണ്ണ എഴുന്നേറ്റേ. बालों അഞ്ജലിയോട് നീ എന്താ സംസാരിച്ചത്? അവളിപ്പോ തിരിച്ചു പോവാണെന്ന് പറയുന്നു. മത്സരിക്കാൻ അവളില്ലാന്ന്. ഇന്ന് ഉച്ചക്ക് പ്രസ് മീറ്റ് वो ആരെന്ന് വാലോർന്ന് നോക്കണം. അണ്ണ ഞാൻ അവിടെ കുളിക്കാണ്. സാർ ഒരു മിനിറ്റ്, ഒരു ഷൂ എവിടെ? टीवी का अगर ഇല്ല മാവാ, ഞാൻ ഞെട്ടിപ്പോയ മാവാ. പെട്ടെന്നല്ലേ മരണം കയറി വന്നത്, അല്ല മരണം കയറി വന്നത്. ചടങ്ങുകളൊക്കെ നടക്കും അമ്മാവാ. 16 അടിന്റെ വിലന്നെ ആനന്ദ് വർമ്മയായിട്ട് സത്യൻ എന്താ ഇടപാട്? ഇടപാടാ? എന്തിടപാട്? ആനന്ദിനെ കാണാൻ സത്യൻ ഇന്നലെ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നോ? अबे ये कौन सा आ गया हमेशा उसी पीछे पड़ा हुआ है ഇറങ്ങി പോകുന്നതും രാത്രി 8:15 അവിടെ കയറി 8:22 इसने देख लिया था उसे എന്താ ഒരു പൊട്ടൻശരി? വർമ്മയെ കാണാൻ അവിടെ പോയോ ഇല്ലയോ എന്ന്